ആണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതേസമയം രാഹുൽ ഗാന്ധി അരാജകത്വത്തിന്റെ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് BJP ഉയർത്തുന്ന വിമർശനം. കേന്ദ്ര റിസർവ് പോലീസിന്റെ കീഴിലുള്ള ദ്രുതകർമ്മസേനയുടെ ആന്റി റേഡ് യൂണിറ്റിന്റെ അംഗീകൃത ആയുധങ്ങളാണ് പെല്ലറ്റ് ഗണ്ണുകളും ഷോക്ക് ബാറ്റണുമൊക്കെ. അങ്ങേയറ്റം പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ തികഞ്ഞ സമചിത്തതയോടെ മാത്രം പുറത്തിറക്കേണ്ട മാരകായുധങ്ങൾ. എന്നാൽ ആ മാർഗനിർദ്ദേശങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെയുള്ള ഭരണകൂട ഭീകരതയ്ക്കാണ് കഴിഞ്ഞ ജൂലൈ 20 രാജ്യം സാക്ഷിയായത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട തികച്ചും സമാധാനപരമായി CJP നടത്തിയ പാർലമെന്റ് മാർച്ചിലേക്ക് പോലീസ് നിറയൊഴിച്ചു. തുടക്കത്തിൽ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച കേന്ദ്ര സർക്കാർ പിന്നീട് ഏതു വിധേനയും ആ ശബ്ദത്തെ അടിച്ചമർത്തുക എന്ന ക്രൂരമായ ലക്ഷ്യത്തിലേക്ക് മാറിയപ്പോഴാണ് കൈവിട്ട കളി അരങ്ങേറിയത്. ആ നരനായാട്ടിൽ സാഹിൽ ലോച്ചപ്പ് എന്ന 19-കാരൻ വിദ്യാർത്ഥിയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയത് 200-ലധികം പെല്ലറ്റുകളാണ്. അതിൽ 3 എണ്ണം ആഴ്ന്നിറങ്ങിയത് അവന്റെ വലത് കണ്ണിലും. ആ കണ്ണിന്റെ കാഴ്ച അണഞ്ഞുപോയി. നീതി തേടി ഓഗസ്റ്റ് 14 അഭിഭാഷകർക്കൊപ്പം സാഹിൽ ദില്ലി പോലീസിന്റെ പടിക്കിലെത്തി. എന്നാൽ അധികാരത്തിന്റെ തണലിൽ പോലീസ് FIR ഇടാൻ തയ്യാറായില്ല. ആഗസ്റ്റ് 17 ഇമെയിലൂടെയും ഫോണിലൂടെയും വീണ്ടും മുട്ടിവിളിച്ചിട്ടും നിസ്സംഗതയായിരുന്നു മറുപടി. ഇന്ന് രാജ്യതലസ്ഥാനം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി. കാഴ്ച നഷ്ടപ്പെട്ട സാഹിൽ ലോച്ചപ്പിനെയും ചേർത്ത് പിടിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നു. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. നടക്കില്ല എന്ന് ദില്ലി പോലീസ് കൈമലർത്തിയപ്പോൾ നടക്കാതെ പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കുത്തിയിരിപ്പ് സമരം തുടങ്ങി. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത ആ പോരാട്ടത്തിന് കരുത്തു പകർന്ന പ്രിയങ്ക ഗാന്ധിയും ജയറാം രമേശും സൽമാൻ ഖുർഷിദും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും പിന്നാലെയെത്തി. ആറ് മണിക്കൂറോളമാണ് രാഹുൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം തുടർന്നത്. ആ തീഷ്ണമായ പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ ദില്ലി പോലീസിന് അടിയറവ് പറയേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. അതേസമയം രാഹുൽ ഗാന്ധി അരാജകത്വത്തിന്റെ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് BJP ഉയർത്തുന്ന പ്രധാന ആരോപണം. वो वाले भी चाहते थे FIR करना, बट ऊपर से न्याय के ब्रेक लगे हुए हैं कि राहुल गांधी विपक्ष के नेता हैं और अब सिर्फ लोकतांत्रिक राजनीति नहीं अराजकता की राजनीति करते हैं. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് രാഹുലിന്റെ പോരാട്ടം നൽകുന്ന പ്രതീക്ഷയെന്ത്? മിന്നൽ വിജയമോ എന്നതാണ് ചോദ്യം. ആദ്യം പി സുനിലേക്ക്. സുനിൽ, രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാം. നമ്മൾ കണ്ടതാണ് CJPയുടെ പാർലമെന്റ് മാർച്ചിന് ശേഷം രാഹുൽ ഗാന്ധി അടക്കം പ്രധാനമന്ത്രിയുടെ വീടിന് വസതിക്ക് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധം. അന്ന് ഒരു ശക്തമായ പ്രതിഷേധമായിരുന്നു. രാഹുലിനെ അടക്കമുള്ള നേതാക്കളെ വലിച്ചിഴയ്ക്കുന്നത് നമ്മൾ കണ്ടാണ്, ഒറ്റ ഷൂവിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ. അപ്പോൾ അതിനുശേഷം നടത്തിയിരിക്കുന്ന ഒരു ശക്തമായ സമരമായിട്ട് ഇതിനെ കാണണ്ടേ? തീർച്ചയായും ഇത് രാഹുൽ ഗാന്ധി നടത്തിയ ഇന്നത്തെ ഒരു നീക്കം എന്ന് പറയുന്നത് തീർച്ചയായും അത് കോൺഗ്രസിൻ്റെ ഒരു വിജയം എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാം. രാഹുൽ ഗാന്ധി രാവിലെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഹരിയാന സ്വദേശിയായ 19-കാരൻ സാഹിൽ എന്ന് പറയുന്ന യുവാവിനൊപ്പം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നത്. പിന്നീട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നീട് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. മുകളിൽ നിന്നുള്ള ചില ഉത്തരവുണ്ട്, ഇത്തരം കേസുകൾ എടുക്കേണ്ടതില്ല എന്ന ഉത്തരവുണ്ടായിരുന്നു. അതുകൊണ്ട് കേസെടുക്കാനാകില്ല എന്നതായിരുന്നു ഡൽഹി പോലീസിൻ്റെ നിലപാട്. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ 8 മണിക്കൂറോളം കുത്തിയിരുന്നു. 8 മണിക്കൂറോളം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇരുന്ന് FIR രജിസ്റ്റർ ചെയ്ത ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ സമരം അവസാനിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ അതൊരു വിജയിച്ച സമരമാണ്. ഇതിനു മുൻപ് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് സമരവുമായി എത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നതാണ്. അത് CJP സമരത്തിന് പിന്നാലെയുണ്ടായ പോലീസ് നടപടി ചോദ്യം ചെയ്തായിരുന്നു ആ സമര നീക്കം. ആ സമരവും കോൺഗ്രസ് ദേശീയ തലത്തിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നീക്കമായി നമുക്ക് വിലയിരുത്താവുന്നതാണ്. പക്ഷേ ഞാനിവിടെ പറയാൻ
പറയാൻ പോകുന്നത്, കോൺഗ്രസ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയിൽ ഒതുങ്ങി നിൽക്കുന്ന സമരത്തിനപ്പുറത്ത് സംസ്ഥാനങ്ങളിലേക്ക് എത്രത്തോളം അവരുടെ ഈ ഒരു രാഷ്ട്രീയ നീക്കം വ്യാപിപ്പിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഗൗരവമായി പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നടത്തുന്നതായി കാണാൻ കഴിയില്ല. നേരത്തെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് അംഗങ്ങൾ സമരം നടത്തുന്നു. രാഹുൽ ഗാന്ധി അവിടുന്ന് വലിച്ചിഴച്ചുകൊണ്ടാണ് ഡൽഹി പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. പിന്നീട് 3 മണിക്കൂറോളം രാഹുൽ ഗാന്ധി പോലീസിൻ്റെ വലയത്തിൽ, പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു സമരമൊക്കെ നടന്നു. പക്ഷേ അതിനുശേഷം കേരളത്തിൽ പ്രതിഷേധം നടന്നു. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ എടുത്താൽ കോൺഗ്രസ് അങ്ങനെ ഒരു വലിയ സമര നീക്കം എവിടെയെങ്കിലും നടത്തിയതായി നമ്മൾ കണ്ടില്ല. രണ്ടാമത്തേത്, പാർലമെൻറ്റ് സമ്മേളനത്തിലൊക്കെ തന്നെ കോൺഗ്രസ് ഈ CJP സമരത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയെങ്കിൽ പോലും നമ്മൾ നോക്കൂ, പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിലൊക്കെ തന്നെ കോൺഗ്രസ് പ്രതിപക്ഷത്ത് തുടരുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോഴും. അതുപോലെ ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ, അതുപോലെ ഉത്തരാഖണ്ഡ് ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, ഹരിയാന ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ് പ്രതിപക്ഷത്തുള്ളത്. അപ്പോൾ ആ പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളിൽ പോലും വലിയൊരു രാഷ്ട്രീയ നീക്കം ഗ്രൗണ്ടിൽ താഴെത്തട്ടിൽ കോൺഗ്രസ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇപ്പോൾ CJPക്ക് മുന്നിലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങുന്നത്. CJP സമരത്തിന് മുന്നിലാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം CJP ഇപ്പോൾ രാജ്യവ്യാപകമായി നടത്തുന്ന നീക്കം എന്താണ്? എല്ലാ സ്കൂളുകളും സന്ദർശിച്ചുകൊണ്ട് ആ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം എങ്ങനെയുണ്ട് എന്ന് നേരിട്ട് പരിശോധിച്ച് അതിനുവേണ്ടിയുള്ളൊരു പോരാട്ടം സംഘടിപ്പിക്കാനാണ് CJP ആലോചിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ CJP സംഘം അവിടുത്തെ സ്കൂളുകൾ സന്ദർശിക്കുന്നതിനിടയിൽ അവിടെ BJP അവരെ ആക്രമിച്ചു. അതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും അവിടെ കോൺഗ്രസ് ഇല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നമുക്കറിയാലോ, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തക സമിതി യോഗത്തിൽ വന്ന് കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഉത്തരാഖണ്ഡിൽ തനിക്ക് വലിയ അപമാനം നേരിടേണ്ടി വന്നു. അവിടെ താൻ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധികലശം നടത്തുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും തൻ്റെ പാർട്ടിയിലുള്ളവർ തനിക്ക് ആവശ്യമായി പിന്തുണ നൽകിയില്ല എന്ന് കോൺഗ്രസിൻ്റെ ദളിത് നേതാവ് കൂടിയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ നിന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് പാർട്ടി മാറിയ ഒരു സാഹചര്യമുണ്ട്. ഇത് നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. നമ്മൾ ഇപ്പോൾ സവർണ സ്വഭാവമാണോ, സവർണ മനോഭാവമാണോ എന്നതൊക്കെ മാറ്റിവെക്കാം. പക്ഷേ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കേവലം രാഹുൽ ഗാന്ധിയിൽ ഒതുങ്ങുന്നതിനപ്പുറത്ത് ഇതെങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്, സംസ്ഥാന തലങ്ങളിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോകുന്നുണ്ട് എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വർഷം നമുക്കറിയാം, ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, ഗുജറാത്തിലും കോൺഗ്രസ് ആണ് പ്രതിപക്ഷം. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയം കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് സമരങ്ങൾ ഇപ്പോൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് CJPയുടെ ചുവട് പിടിച്ചാണ് ഈ സമരങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാറ്റിവെച്ചാൽ ഇപ്പോഴും കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ദുർബലമാണ്, ഏറെ ദുർബലമാണ്. 2014 ശേഷം കോൺഗ്രസ് എങ്ങനെയാണോ തകർന്നത്, ആ തകർന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 99 സീറ്റ് കിട്ടി. രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ വിജയിച്ചു. പക്ഷേ അപ്പോഴും നോക്കൂ, അതിലൊരു പകുതി സീറ്റുകൾ എടുത്താൽ അത് ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയിലാണ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഘടകകക്ഷികളുടെ പിന്തുണയിലാണ്. രാജസ്ഥാനിൽ മാത്രമാണ് കോൺഗ്രസിന് പറയാവുന്നത് നേരിട്ട് നേടിയ വിജയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സീറ്റുകൾ രാജസ്ഥാനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹരിയാനയിൽ നിന്നാണ്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലെ സാഹചര്യം എടുത്താലും ചെറിയ പാർട്ടികളുടെ, അവിടുത്തെ സഖ്യകക്ഷികളുടെ പിന്തുണയിലാണ് കോൺഗ്രസിന് വിജയിച്ചു വരാൻ കഴിയുന്നത്. അപ്പോൾ BJPയുമായി നേർക്കുനേർ പൊരുതുന്ന മണ്ഡലങ്ങളിൽ, അത് ഹിന്ദി ബെൽറ്റിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരുടെ രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ജന്തർ മന്ദറിലെ സമരം, അത് ജന്തർ മന്ദർ എന്ന് പറയുന്നത് പാർലമെൻറ്റ് സ്ട്രീറ്റും ജന്തർ മന്ദറും അടുത്തടുത്താണ്. പാർലമെൻറ്റ് സ്ട്രീറ്റിലെ ഈ സമരം, രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം വിജയിക്കുമ്പോഴും ആ രാഷ്ട്രീയ വിജയം കോൺഗ്രസ്സിന് മറ്റ് ഹിന്ദി മേഖലകളിൽ, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ തന്നെ വലിയൊരു രാഷ്ട്രീയ നീക്കമാക്കി മാറ്റണമെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.